ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാനും പോകുന്നത് ഒരു ടാബ്ലറ്റ് ആണ്. നമ്മുടെ 20,000 താഴെ നിങ്ങളൊരു ബെസ്റ്റ് ഓവറോൾ ഒരു നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആ സാധനമാണ് ഇത്. നമ്മുടെ OnePlusന്റെ പാഡ് ഗോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ആക്ച്വലി നമുക്ക് LTE മോഡൽ അവൈലബിൾ ആണ്, വൈഫൈ മോഡൽ അവൈലബിൾ ആണ്. 8GB 128GB മോഡലുണ്ട്, 8GB 128GB മോഡലുണ്ട് കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇത് ഓഫറും കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ബേസിക് മോഡലൊക്കെ 15,000 16,000 ആ റേഞ്ചിലൊക്കെ ICC കാർഡൊക്കെ ഉണ്ടെങ്കിൽ 2,000 ഡിസ്കൗണ്ട്, എക്സ്ട്രാ ആമസോണിൻ്റെ ഒരു 1,000 വോച്ചറൊക്കെ നമുക്ക് സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഇത് ഗെയിമിങ്ങിനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ ഹീലിയോൻ്റെ G99 പ്രൊസറൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നോർമൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഡിസ്പ്ലേ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എന്താ പറയുക, നിങ്ങൾ കണ്ടന്റ് വാച്ച് ചെയ്യാനും മൂവീസ് വാച്ച് ചെയ്യാനും അങ്ങനെ സംഭവമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്ററാണ്. ഈ സാധനം പോയാൽ മതി. നല്ല എന്താ പറയുക, വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഇത് 532 ഗ്രാം വരുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം റിറ്റെയിൽ പ്രൈസ് വരുന്നത് 20,000 രൂപയാണ്. ഇത് 8GB 128GB മോഡലാണ്. ഇത് നമുക്ക് അറിയാം ആകെ ഒരു കളർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഗ്രീൻ കളർ, OnePlusന്റെ ആ ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ സാധനം തന്നെയാണ്. ബോക്സിങ് സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് OnePlusന്റെ നോർമൽ പാഡും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സീൽഡാണ്. അപ്പം ഞാൻ ഇതിൻ്റെ സീലൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീല് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ആക്ച്വലി സ്ലിം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ലിമ്മെന്ന് മാത്രമല്ല, നമുക്ക് ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി തരുന്ന നമ്മുടെ ഒരു വളരെ പ്രീമിയം മോഡലായുള്ള OnePlus പാഡ് ഉണ്ടല്ലോ, പാഡ് 2 ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ഓൾറെഡി ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫുള്ളി മെറ്റൽ തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കണ്ടിട്ട് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണുന്നതിൻ്റെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണത്തിട്ട് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് കുറഞ്ഞ കാര്യം തുടങ്ങിയിട്ട്, പക്ഷേ കട്ട് ചെയ്യാൻ ഞാൻ നൈഫ് തന്നെ വേണ്ടി വരും തോന്നുന്നത്. അത്യാവശ്യം നല്ല സീലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്യാം. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. റെഡ്മിയുടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല റെഡ്മി ഒന്നും. അതുപോലെ തന്നെ ഷവോമിയുടെ പാഡ് 7 വരുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അവരുടെ OS, അതായത് അവരുടെ ഹൈപ്പർ OS ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് എന്താ പറയുക, റെക്കമെൻഡ് അല്ല. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് വരില്ല, പ്രത്യേകിച്ച് പാഡിൽ, അതായത് ടാബ്ലറ്റിൽ. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസേഷൻ ഭയങ്കരമായിട്ട് കുറവുള്ള മോഡലാണ് ഈ പാഡ് സീരീസിലുള്ള കേട്ടോ. ഇപ്പോൾ OnePlusന്റെ കാര്യം നിങ്ങൾക്ക് അറിയും, അവർ അത്യാവശ്യം ഇവരുടെ കളർ OS നല്ല ഇത് ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ. നോക്കിയാൽ നല്ല സ്ലിമ്മാണ്, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഒറിജിനൽ പാഡ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവർ അക്സസറീസും കാര്യങ്ങളൊക്കെ, അതാണ് ഇവരുടെ ഒരു ഗുണം. ഇവരെ മാത്രമല്ല മറ്റവരും കൊടുക്കുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഒരു ചാർജിങ് സപ്പോർട്ട് നമുക്ക് ഇതിൽ തരുന്നുണ്ട്. ഇത് OnePlusന്റെ തന്നെ നമ്മുടെ നോർമൽ സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവരുടെ 80 വാട്ടിൻ്റെയും 90 വാട്ടിൻ്റെയൊക്കെ അഡാപ്റ്ററിനായിട്ടും കുറച്ച് ചെറുതാണ്. നോർമൽ സൈസുള്ള അഡാപ്റ്ററാണ്. സൂപ്പർ വൂക്ക് തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് ഇതിൻ്റെ മാനുവലും സംഭവങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. നമ്മുടെ കേബിൾ ക്ലബും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, റെഡ് കേബിൾ ക്ലബ് കാർഡ് ഇതിലുണ്ട്. പിന്നെന്താ, നമ്മുടെ സിം ഇജക്ടർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് SD കാർഡ് ഇടാൻ പറ്റും. അതിനാണ് സിം ഇജക്ടർ. ഞാൻ മറ്റേ മെമ്മറി കാർഡ് അല്ല, LTE മോഡലല്ല, LTE അല്ല, 4G ആണ് വരുന്നത്. 4G മോഡലല്ല വാങ്ങിക്കുന്നത്, വൈഫൈ മോഡലാണ് വാങ്ങിക്കുന്നത്. നമുക്ക് നോർമലി പാഡിലൊന്നും സിമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതല്ല ഞാൻ വാങ്ങിക്കുന്നത്. പക്ഷേ അതിൽ SD കാർഡ് സപ്പോർട്ട് ഉണ്ട് 1 TB വരെ. അതുകൊണ്ടാണ് അവർ പിൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടാബ്ലറ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് വരുന്നത്. അപ്പോൾ ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുമാത്രമല്ല, നമുക്കിത് പൊളിക്കാണ്ട് അതിൻ്റെ അടുത്ത് നോക്കാം. നല്ല സ്ലിമ്മാണ് കേട്ടോ. ഇതെനിക്ക് അതേ ഫീലിന്, ഞാൻ പാഡ് ഉപയോഗിച്ച് അതേ ഫീൽ തന്നെ എനിക്ക് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ പാഡിൽ ഇതിനായിട്ടും കുറച്ചുകൂടി നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് ലൈറ്റ് ഗ്രീനാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വൈറ്റിഷ് ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ OnePlus പാഡ് ഗോ ഡിസൈൻഡ് ബൈ OnePlusൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും മാറ്റാം, ആവശ്യമില്ല. ബൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കിതിൽ ചാർജ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു LCD പാനൽ വരുന്നുണ്ട്. 11.3 സംതിങ് ഇഞ്ചാണ് നമുക്കിതിൽ സൈസ് വരുന്നത്. പക്ഷേ ഭയങ്കര ലൈറ്റ് വേണ്ടിയിട്ടാണ്, ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് വേണം. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല കേട്ടോ. അത് വരെ ഹൈ എൻഡ് മോഡലും വരുന്നില്ല, പാഡ് 3 വരുന്നില്ല, ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു സൗണ്ട് കിടലായിരിക്കും. ഞാൻ OnePlus പാഡ് ഉപയോഗിച്ച് ഓർമ്മ നിൽക്കുന്നു. നല്ല കിടലിന് സൗണ്ട് ആയിരിക്കും. നമുക്ക് പവറിൻ്റെ ബട്ടൺ ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അമർത്തി പിടിക്കാം. ചാർജ് ഉണ്ടാവും തിരിക്കുന്നു. ബൂട്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ വോളിയം അപ്പും ഡൗണും ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. വേറെ സംഭവമൊന്നുമില്ല. അടിയിൽ Type-C പോർട്ട് വരുന്നുണ്ട്.
പിന്നെ 2 ഡോൾബി അറ്റ്മോസിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ബൂട്ട് ചെയ്യട്ടെ. നമുക്ക് ഇതിൻ്റെ ക്യാമറ വരുന്നത് ഇവിടെയാണ്. ഇതിൽ പ്രൊട്ടക്ഷൻ സംഭവമൊന്നും ഉണ്ടാവില്ല, സ്ക്രീൻ പ്രൊട്ടക്ഷൻ സംഭവമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജും കാര്യങ്ങളൊക്കെ അതിൽ വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് ബൂട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ OnePlusൻ്റെ ബൂട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ OnePlusൻ്റെ ഒരു ഗുണം എന്താ പറയുക, ബൂട്ടായ സാധനം ഇവരുടെ കളർ വോയിസ് സംഭവം കളർ വോയിസ് തന്നെയാണ്. ഓക്സിജൻ വോയിസ് ഉണ്ടല്ലോ, നമ്മുടെ 1 UI ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കിടിലൻ ഒരു UI എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി അവർ നമ്മുടെ 15 സീരീസ് ഇറക്കിയപ്പോൾ ഭയങ്കര സ്മൂത്ത്നെസ്സും ഭയങ്കര ആനിമേഷൻസും നല്ല സൂപ്പർ സംഭവമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ റെഡ്മിനായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലീഗൽ ഇൻഫർമേഷൻ സംഭവമൊക്കെ ഒരു കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫൈയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ. 5G അല്ല നമ്മുടെ വൈഫൈ 5G നമ്മുടെ എന്താ പറയുക 2.4G സപ്പോർട്ട് വരുന്നുണ്ട്, 5G സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. 5 GHz സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ പാസ്വേഡ് അടിക്കണം. തെറ്റിപ്പോയാവോ വർത്തമാനം വന്നിട്ട്. ഇതിപ്പോൾ കണക്റ്റിംഗ് ആണ്. പാസ്വേഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പറയാം. റോങ് പാസ്വേഡ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കണക്ട് ചെയ്യട്ടെ. അപ്പം നമ്മുടെ വൈഫൈ കണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബെസൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ബെസലാണ് കേട്ടോ. ഭയങ്കര ഓവറായിട്ട് ബെസലൊന്നും അല്ല. ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബെസൽ കുറച്ച് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ബെസൽ നമുക്ക് തന്നെ ഹോൾഡ് ചെയ്യാനുള്ള കറക്റ്റ് ബെസൽ മാത്രമല്ല കേട്ടോ. ഇതേ സെയിം തന്നെയാണ് നമ്മുടെ ഇപ്പോൾ OnePlus 3ലും ഇറങ്ങാൻ പോകുന്ന ബെസൽസ്. നമ്മുടെ ലൈറ്റ് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഇതവർ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗെറ്റിംഗ് യുവർ ടാബ് റെഡി എന്നൊക്കെ വന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി 63% പോലുള്ള ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. നമുക്ക് 33 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടിൽ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതായത് 33 വാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ OnePlus ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചാർജിങ് സ്പീഡ് കുറവാണ്. എന്നാലും നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ അവർ ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. തന്നെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഈ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ടാബൊക്കെ ഭയങ്കര ഷോക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ടാബ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിൽ സാംസങ്ങിൻ്റെ S9 FE ഉണ്ട്, S9 ഉണ്ട്. അപ്പോൾ അതാണിത്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കട്ട ഡിസൈനാണ് കണ്ടോ. ഈ സാധനം തന്നെ കട്ട ഡിസൈൻ അല്ലേ. ഇത് ആക്ച്വലി ഒരു കെർവിയാണ് ഈ എഡ്ജിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ പിടിക്കാൻ കുറച്ചുകൂടി സുഖമുണ്ട് കേട്ടോ. അതെടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ കോപ്പി ആപ്പ് ഡാറ്റ ചോദിക്കുന്നുണ്ടോ എന്ന് വേണ്ട, ഡോൺ കോപ്പി കൊടുക്കാം. അപ്പോൾ ചെക്കിങ് ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചെക്കിങ് ഇൻഫോ ആണ്. അപ്പോൾ ഇതിൻ്റെ AnTuTu സ്കോർ എന്ന് പറയുമ്പോൾ ഹീലിയോ G9 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 lakh 4.5 lakh 5 lakhൻ്റെ അടുത്ത് ആ റേഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഡിവൈസ് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരും ഉപയോഗിക്കാനാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഡൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സെറ്റപ്പ് അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനും സംഭവമൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പുകളും സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഞാൻ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് ആപ്പുകളും ഒക്കെ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഓവറോൾ അറിയാമല്ലോ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയേണ്ടായിരിക്കും. എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയത് വന്നിങ്ങനെ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ ഡെപ്തായിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഓഫറിൽ നമുക്ക് ആമസോണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മെയിൻ കാരണം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം. എന്താണെന്ന് വെച്ചാൽ 20,000 താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ബഡ്ജറ്റ് നല്ല ബ്രാൻഡിൻ്റെ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല. ഇപ്പോൾ ലിനോവ നല്ലതാണ്. കുറച്ച് അത്യാവശ്യം നല്ല സ്പെക്സും കാണൊക്കെ തരുന്ന മോഡലാണ് ലിനോവൻ്റെ. നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് ലിനോവ. പക്ഷേ ലിനോവൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അപ്ഡേറ്റും കാണൊന്നും കിട്ടില്ല തീരെ. അപ്പോൾ അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ മോട്ടോറോള പിന്നെ ഇറങ്ങിയത് പിന്നെ ലിനോവ മോട്ടോറോള സെയിം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മോട്ടോറോള പക്ഷേ പുതിയ ഇറങ്ങിയ ബാഡ് ഓൾമോസ്റ്റ് 26-27 രൂപയ്ക്കാണ്. അപ്പോൾ അതെന്തായാലും ഈ റേഞ്ചിൽ വരില്ലല്ലോ. പിന്നെ നോക്കുകയാണെങ്കിൽ റെഡ്മി ആണുള്ളത്. റെഡ്മിയും ലേറ്റസ്റ്റ് ആയി വന്നിങ്ങനെ റെഡ്മി ആണുള്ളത്. അതിൻ്റെ ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഉള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല. ഇപ്പോൾ ആസറിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആസറിൻ്റെ ലാപ്ടോപ്പ് തന്നെ ഭയങ്കര കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ സംഭവങ്ങളൊക്കെ ശരിയാക്കട്ടെ, സെറ്റാക്കട്ടെ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് നോക്കിയിട്ട് എൻ്റെ പെർഫോമൻസുകളൊക്കെ കുറിച്ച് പറയാട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളിയും ഞാൻ അത്യാവശ്യം കുറച്ച് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാളിങ് ആണെങ്കിൽ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു ഓവറോൾ കുഴപ്പമില്ലാത്ത വീഡിയോ എക്സ്പീരിയൻസിനൊക്കെ നല്ല പറ്റാവുന്ന ഒരു ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം നമുക്ക് എന്താ പറയുക അപ്ഡേറ്റ്സ് ഉള്ളത് നമുക്ക് വരും. ഇപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് ആക്ച്വലി വരുന്നത് നമ്മുടെ ഇൻബിൽഡായിട്ടോ ഔട്ട് ഓഫ് ബോക്സ് വരുന്ന Android 13 ആണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ഒരു എൻട്രി ലെവൽ ടാബ്ലറ്റ് എന്ന് തന്നെ പറയാം. ഭയങ്കര പെർഫോമൻസും സംഭവം ഒന്നും പ്രതീക്ഷിക്കരുത്. G9 പ്രൊസസറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഒരു 1-2 കൊല്ലം പഴയ പ്രൊസസ്സറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി സംഭവമൊന്നും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കണം. ഗെയിമിങ്ങിനൊന്നും സാധനം പോയി വാങ്ങിക്കരുതാരും. ഇപ്പോൾ ഗെയിമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷോമി പാഡ് 7 അതായാലും വലിയ ഗെയിമിന് പറ്റില്ല. എന്താ വെച്ചാൽ അതിൽ 7 Gen 3 ആണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതും വലിയ ഗെയിമൊന്നും പറ്റില്ല. പക്ഷേ ഇതിനായിട്ടൊക്കെ വൻ ബെറ്ററൊന്നും മാത്രം കേട്ടോ. ആ പ്രൈസ് റേഞ്ചിൻ്റെ ഡിഫറൻസ് ആണ്, അതാണ് കുഴപ്പമില്ല. വേറെ സംഭവമൊന്നുമില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് കിട്ടുന്ന നല്ല കിടിലൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ICC കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 14,000 രൂപയ്ക്കൊക്കെ സാധനം സ്റ്റാർട്ടിങ് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഡീൽ എന്ന് പറയാൻ പറയാം. അതും OnePlusന്റെ ഒരു പാഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം. എന്താ വെച്ചാൽ ഇപ്പോൾ ആമസോണിലാണ് ഈ ഓഫർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എൻട്രി ലെവൽ മോഡൽ ശരിക്കും 17,000 രൂപയാണ്. പക്ഷെ നമുക്ക് 1000 രൂപയുടെ ആമസോൺ എന്താ പറയുക കൂപ്പണും അതുപോലെ തന്നെ 2,000 രൂപയുടെ ICC കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 3,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 13,999 അതായത് 14,000 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ അതൊരു കിടിലൻ ഡീൽ തന്നെയാണ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. പിന്നെ ഇതിൽ 8 മെഗാപിക്സലിന്റെ 2 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ 8000 mAh ബാറ്ററിയാണ് വരുന്നത്, 33 വാട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ സാംസങ്ങിന്റെ ടാബിലായാലും 8000 തന്നെയാണ്. അപ്പോൾ അത് നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 45 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് 30,000 രൂപ. S9 FE ആണെങ്കിൽ 30,000 രൂപ, മറ്റതാണെങ്കിൽ 50,000 രൂപ. നോർമൽ S9 ആണെങ്കിൽ ആ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതേ ക്വാളിറ്റി തന്നെ എനിക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക ഡിസ്പ്ലേ ആയാലും വലിയ മോശമില്ലാത്ത ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ വിചാരിച്ചപ്പോൾ അത്രയും നല്ല ഡിസ്പ്ലേ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ ഡിസ്പ്ലേ നല്ല എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല നമ്മുടെ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് നോക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇതിൽ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് നമുക്ക് OnePlusന്റെ ടാബ് എടുത്താനുള്ള ഗുണം. അതുകൊണ്ടാണ് ഞാൻ വേറെ സംഭവത്തിലൊന്നും എടുക്കാൻ പറയാത്തത്. ലിനോവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഷോക്കായിരിക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ മെയിൻ കാരണം പറഞ്ഞത്. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിനോവൻ്റെ കിടിലൻ ടാബ്ലറ്റുകളുണ്ട്, നല്ല സ്പെക്സും കാര്യങ്ങളൊക്കെ തരുന്നത്. ഇപ്പോൾ ലിനോവ ടാബ് Pro Plus എന്നൊരു സാധനമൊക്കെ ഉണ്ട്. 26 രൂപയ്ക്ക് നമുക്ക് 26 രൂപ 25 രൂപയ്ക്ക് നമുക്ക് കാർഡ് ഡിസ്കൗണ്ടിലേക്ക് കിട്ടും. നമ്മുടെ ഇതിൽ Dimensity 8300 അപ്പോൾ പെർഫോമൻസ് ഒക്കെ കിടലായിരിക്കും. പക്ഷേ ഈ ലിനോവൻ്റെ കുഴപ്പം അതാണ്, അവർ അപ്ഡേറ്റ്സും സംഭവങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു ഓൾറെഡി ലിനോവ. അപ്പോൾ അതാണ് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ 15,000 രൂപ 20,000 അടുത്ത് താഴെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം പഴയതാണെങ്കിലും ഇപ്പോൾ നല്ല കിടിലൻ ഡീലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ മീഡിയ കൺസപ്ഷൻ ആണ് നിങ്ങളൊരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാട്ടാ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.